എല്ലാവർക്കും നമസ്കാരം. ABS എൻ്റർടൈൻമെൻറ്റ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കഥ പറഞ്ഞ് അവസാനിപ്പിച്ചത് പണ്ട് കശ്യപ മഹർഷി മഹാവിഷ്ണുവിനെ തപസ് ചെയ്ത് മഹാവിഷ്ണു തൻ്റെ മകനായി പിറക്കണം എന്ന് വരം മേടിച്ചതാണ്. അപ്പോൾ ഈ വരം ഭഗവാൻ രാവണനെതിരെ പ്രയോഗിക്കാം എന്നതുവരെയാണ് നമ്മൾ കഥ പറഞ്ഞ് നിർത്തിയത്. ഇന്നത്തെ കഥ നമുക്ക് ആരംഭിക്കാം. ഉത്തരകോസലം എന്ന ഒരു രാജ്യമുണ്ട്. പ്രസിദ്ധമായ അയോധ്യയാണ് അതിൻ്റെ തലസ്ഥാനം. കശ്യപ മഹർഷി അവിടെ ദശരഥ രാജാവായി ജനിച്ചു. പ്രജാവത്സലനാണ്, ധർമ്മിഷ്ഠനാണ്, സൽഭരണം കാഴ്ചവെച്ചു. സർവരും പുകഴ്ത്തി. എന്നാൽ പൂർവജന്മത്തെക്കുറിച്ചൊന്നും ആർക്കും അറിഞ്ഞുകൂടാ. ദശരഥ മഹാരാജാവ് കുട്ടികൾ ഉണ്ടാവാത്തതിലുള്ള ദുഃഖം അനുഭവിക്കുന്ന കാലം. പരിഹാരം കണ്ടെത്താൻ ആർക്കും കഴിയുന്നില്ല. ദശരഥ രാജാവിൻ്റെ പുത്രനായി കൗസല്യ രാജ്ഞിയിൽ അവതരിക്കാം. ദശരഥൻ്റെ മറ്റു രാജ്ഞിമാരിൽ അനുജന്മാരും പിറക്കും. അടുത്താണ് ജനകരാജ്യം. അവിടെ ലക്ഷ്മി ദേവിയും ജനിക്കും. ദേവിയോടൊപ്പം ചേർന്ന് വേണ്ടത് ചെയ്തു കൊള്ളാം. ദേവന്മാർ മഹാവിഷ്ണുവിൻ്റെ അവതാര രഹസ്യം കേട്ട് സന്തോഷിച്ചു. രാക്ഷസന്മാരെ അമർച്ച ചെയ്യാൻ ബ്രഹ്മാവ് സർവവിധ സഹായവും വാഗ്ദാനം ചെയ്തു. മഹാവിഷ്ണു ആവശ്യപ്പെട്ടു. എന്താണെന്നോ? ദേവന്മാരെല്ലാം കുരങ്ങന്മാരായി ജനിക്കണം. വാനരന്മാരുടെ പട രാവണയുദ്ധത്തിന് ആവശ്യമാണ്. മഹാവിഷ്ണുവിൻ്റെ ആവശ്യം ദേവന്മാർ സ്വീകരിച്ചു. നന്മയ്ക്കുള്ള പ്രവൃത്തിയല്ലേ, ആർക്കും ഇഷ്ടക്കേട് തോന്നിയില്ല. മഹാവിഷ്ണു അപ്രത്യക്ഷനായി. സന്തോഷത്തോടെ എല്ലാവരും സ്വസ്ഥാനങ്ങളിലേക്ക് മടങ്ങി. മഹാവിഷ്ണു എടുത്തുചാട്ടക്കാരനല്ല, വളരെ ആലോചിച്ച് തീരുമാനമെടുക്കുന്നവനാണ്. അതുകൊണ്ട് ദേവന്മാരെല്ലാം സമയം കളയാതെ വാനരന്മാരായി പിറന്നു. കരുത്തന്മാർ, തന്ത്രശാലികൾ, നേതാക്കന്മാർ, വില്ലാളികൾ, സൈന്യാധിപന്മാർ, പടയാളികൾ, എല്ലാ വിഭാഗത്തിൽപ്പെടാനും യോഗ്യരായവരുണ്ട്. ദശരഥ രാജാവിന് സന്താന സൗഭാഗ്യമുണ്ടാകണം. എങ്കിലല്ലേ ഭഗവാൻ അവതരിക്കാൻ അവസരമുണ്ടാകൂ. കുലഗുരു വസിഷ്ഠനും വേദപണ്ഡിതന്മാരും ഋഷിശ്രേഷ്ഠന്മാരും അയോധ്യയിൽ തിരക്കിട്ട ആലോചന തുടങ്ങി. പുത്രസൗഭാഗ്യത്തിനുള്ള യാഗം പുത്രകാമേഷ്ടിയാണ്. തപോനിധിയായ ഋഷ്യശൃംഗൻ്റെ നേതൃത്വത്തിൽ മഹായാഗത്തിന് രൂപം നൽകി. 4 പുത്രന്മാർ ജനിക്കാനുള്ള യോഗം കാണുന്നു. വസിഷ്ഠ മഹർഷി ദശരഥനെ സമാധാനിപ്പിച്ചു. യജ്ഞാവസാനം തീർച്ചയായും ഫലം കാണും. ശാസ്ത്രവിധി പോലെ ദശരഥൻ യാഗം നടത്താൻ തീരുമാനിച്ചു. തച്ചുശാസ്ത്രത്തിന് അനുസരിച്ച് യാഗശാല ഉയർന്നു. യാഗത്തിലെ പങ്കാളികളായ ഋഷിമാർക്കും കർമ്മികൾക്കും താമസിക്കാൻ പർണശാലകൾ, പരികർമ്മികൾക്ക് ആലയങ്ങൾ, സമാന്ത രാജാക്കന്മാർക്കും മന്ത്രിമാർക്കും ക്ഷണിക്കപ്പെട്ട അതിഥികൾക്കും കൊട്ടാരങ്ങൾ, പലതരം ഭക്ഷണശാലകൾ എല്ലാം മന്ത്രിമാരുടെ ചുമതലയിൽ. യജ്ഞദ്രവ്യങ്ങളുടെ മേൽനോട്ടം മഹർഷിമാർക്കു തന്നെ. ഒന്നിലും ഒരു കുറവും പാടില്ല. എല്ലായിടത്തും കുലഗുരുവിൻ്റെ ശ്രദ്ധയുണ്ട്. ഋഷ്യശൃംഗ മഹർഷിയെയും ഭാര്യ ശാന്താദേവിയെയും യജ്ഞത്തിൻ്റെ കാർമ്മിക നേതൃത്വം ഏൽപ്പിച്ചു. ദശരഥൻ യാഗദീക്ഷ കൈക്കൊണ്ടു. പത്നിമാർ വ്രതമനുഷ്ഠിച്ചു. വസിഷ്ഠ മഹർഷി വേണ്ട നിർദ്ദേശങ്ങൾ നൽകി. യജ്ഞം ആരംഭിച്ചു.
ഹോമകുണ്ഡം ജ്വലിച്ചു. അഗ്നിദേവൻ പ്രത്യക്ഷപ്പെട്ടു. ആ തേജോരൂപം സ്വർണപാത്രത്തിൽ പായസം നൽകി. പുത്രസൗഭാഗ്യത്തിന് ദേവകൾ ഉണ്ടാക്കിയ ദിവ്യപായസം. ദശരഥൻ പായസം സ്വീകരിച്ചു. ഋഷ്യശൃംഖനെയും വസിഷ്ഠനെയും തൊഴുതു. അവരുടെ അനുമതിയോടെ പായസം രണ്ടായി പകുത്തു. ഒരു പങ്ക് കൗസല്യയ്ക്കും മറ്റേ പങ്ക് കൈകേയിക്കും കൊടുത്തു. അതിനുശേഷമാണ് സുമിത്ര എത്തിയത്. ചേട്ടത്തിമാർ രണ്ടുപേരും പായസത്തിൽ നിന്ന് ഓരോ പങ്ക് സുമിത്രയ്ക്കും കൊടുത്തു. 3 ഭാര്യമാരും ഗർഭം ധരിച്ചു. ദശരഥൻ്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. കൗസല്യ പ്രസവിച്ചു. നാള് പുണർദം. നീല നിറം. മഞ്ഞപ്പട്ടുടുത്തിരിക്കുന്നു. തലയിൽ സ്വർണ്ണക്കിരീടം. കാതിൽ കുണ്ടലങ്ങൾ. താമര പോലുള്ള കണ്ണുകൾ. 4 കൈകൾ. എല്ലാ കൈയിലുമുണ്ട് ആയുധങ്ങൾ. ശംഖ്, ചക്രം, ഗദ, താമര. അതാ മഞ്ഞപ്പട്ടിനു മീതെ അരയിൽ കിങ്ങിണി, മാറിൽ വനമാല, വള, ചിലമ്പ്. എന്തൊക്കെ ആഭരണങ്ങളാണെന്നോ! കണ്ടാൽ ഒരു കൊച്ചു മഹാവിഷ്ണുവിനെ പോലെ തന്നെ. അതെ, മഹാവിഷ്ണു ദശരഥ മഹാരാജാവിൻ്റെ പുത്രനായി പിറന്നിരിക്കുന്നു. അത്ഭുതം തന്നെ. കൗസല്യ ഭഗവാന്റെ പൂർണ്ണരൂപം കണ്ട് ഭഗവാനെ സ്തുതിച്ചു. ഇതിൽ കൂടുതൽ ഭാഗ്യം എന്തു വേണം? ഭഗവാൻ തന്നെ മകനായി ജനിച്ചിരിക്കുന്നു. മഹാവിഷ്ണുവിൻ്റെ രൂപമല്ലേ